നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഹോട്ടൽ ടാസ്കിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സാബു ചേട്ടനാണ്. അതറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഉണ്ടായിരുന്നു, അതായത് മത്സരാർത്ഥികളെ തുരത്തി അടിക്കാനാണ് നമ്മുടെ സാബു ചേട്ടൻ എത്തുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പം ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ഒരു പ്രോമോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാബു ചേട്ടൻ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് തമാശ രൂപേണ എൻ്റർടൈൻമെൻറ്റോട് കൂടിയിട്ടാണ് ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തുതന്നെയാലും സാബു ചേട്ടൻ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ അധിക നാൾ ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവില്ല, അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരും അല്ലേ. അവിടെ മത്സരിക്കാൻ വേണ്ടി വന്നില്ല, പക്ഷേ എന്നാൽ ആ ചെറിയ കാലയളവിൽ അദ്ദേഹം എന്ത് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നത് നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇപ്പം നിലവിൽ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രോമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം എല്ലാ മത്സരാർത്ഥികളോടും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് തമാശകൾ പറഞ്ഞുകൊണ്ട് പരസ്പരം ഊക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ എന്തോ ആയിക്കോട്ടെ തമാശ രൂപേണ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഗെയിം കളിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തുതന്നെയായാലും പ്രേക്ഷകർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിൻഡോ ചേട്ടനോടും എല്ലാവരോടും പവർ ടീമുകൾ ഉള്ള ആ ഒരു റൂമുണ്ടല്ലോ, പവർ റൂം, അതും എല്ലാം നമ്മുടെ സാബു ചേട്ടൻ കൈവശപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു പ്രോമോയിൽ നിന്നും. എന്തിനായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, ഒരുപാട് കാര്യങ്ങൾ പ്രോമോയിലുണ്ട്. നമുക്ക് വീഡിയോ വിശദമായിട്ട് തന്നെ പറയാം. എപ്പിസോഡ് വരട്ടെ, ലൈവിലും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തിനായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.